അല്ലാഹുവിന്റെ റസൂൽ 3 കാര്യം ആദ്യം നിങ്ങളെ മക്കളെ പഠിപ്പിക്കണം. അദ്ദിബു ഔലാദകും സലാസ ഹിസാൽ, 3 കാര്യം പഠിപ്പിക്കണം. ഒന്നെന്താ? ഹുബ്ബി നബിയിക്കും ഹുബ്ബി നബിയിക്കും ഹുബ്ബി നബിയിക്കും. ഒന്ന് ഹുബ്ബി നബിയിക്കും, നബിയുടെ സ്നേഹം പഠിപ്പിക്കണം. ഇത് ആരാ പറഞ്ഞേ? അള്ളാന്റെ റസൂലാ പറഞ്ഞേ. ഞാൻ എഴുതി ഉണ്ടാക്കിയ ഹദീസല്ല. ഹബീബായ പ്രവാചകൻ അള്ളാഹുവിന്റെ ഓർഡർ അനുസരിച്ചല്ലാതെ ഒന്ന് ചിരിക്കുക പോലുമില്ല പ്രവാചകൻ. ആ പ്രവാചകരാ പറഞ്ഞേ. എന്താ? ഒന്നാമത് നിന്റെ മക്കളെ നീ പഠിപ്പിക്കേണ്ടത് പ്രവാചക പ്രണയം, പ്രവാചക സ്നേഹം. അതാണ് പഠിപ്പിക്കേണ്ടത്. അപ്പോ കുഞ്ഞു മക്കളോട് പറഞ്ഞു, നമ്മുടെ നബിയവരാരാണ്? പറയൂ പറയൂ കുട്ടികളെ, നമ്മുടെ നബിയവരാരാണ്? മുത്തു മുഹമ്മദ് നബിയുള്ള. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. ഇതുപോലെ മനോഹരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു പാടി ആ സ്നേഹം പഠിപ്പിക്കണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുമക്കൾ ഇങ്ങനെ സലാത്ത് ഇങ്ങനെ ചൊല്ലണം. ഇതാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പൊന്നോമന മക്കൾക്ക് നമ്മൾ ഔലാദക്കും സലാസ ഹിസാൽ, 3 കാര്യം പഠിപ്പിച്ചു കൊടുക്കുക. അതിലൊന്ന് ഹുബ്ബി നബിയിക്കും, പ്രവാചകന്റെ പ്രണയമാണ്. രണ്ടെന്താ? ഹുബ്ബു അഹ്ലി ബൈത്തിഹി, പ്രവാചകന്റെ അഹ്ലു ബൈത്തിന്റെ പ്രണയമാണ്. ആ അഹ്ലു ബൈത്തിന്റെ പ്രണയം എവിടെയാണ് ചൊല്ലുന്നതെന്നറിയ? വീരത്തൂരിലെ എന്നോരോ മന പേരുള്ള നീരിസാര് സമ്പൂർണരെ പാരുഷന്മാർക്ക് പിന്തുരീതം കാട്ടാനായി നിറിൽ നടന്ന പടയാളരെ. ബഹുമാനപ്പെട്ട അലി ഹൈദർ കറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ പവിത്രമായ പരമ്പരയിലേക്ക് ചെന്നു തീരുന്ന ഔലിയാക്കന്മാരുടെ ആദരിക്കണമെന്ന രണ്ടാമത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ആദരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് മുത്തുനബി പറഞ്ഞതെന്താ? ഔലിയാക്കന്മാരെ ചവിട്ടുത്തേക്കുന്ന കാലഘട്ടം വരാനുണ്ട്. ഔലിയാക്കന്മാരെ പച്ചയ്ക്ക് പെരുവിളിക്കുന്ന കാലഘട്ടം വരാനുണ്ട്. അതുകൊണ്ട് നിന്റെ പൊന്നോമന മക്കൾക്ക് രണ്ടാമത് പഠിപ്പിച്ചു. മൂന്നാമതെന്താ പഠിപ്പിക്കേണ്ടതെന്നറിയോ? ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക. മൂന്നാമത് ഖുർആൻ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. എത്ര പേർക്ക് ഖുർആൻ ഓതാനറിയാം? എത്ര പേർക്ക് ഖുർആൻ ഓതാനറിയാം? എന്റെ പ്രിയമുള്ളവരെ, അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. പട്ടത്തുമല മുസ്ലിം ജമാഅത്തിലെ റമളാൻ, കഴിഞ്ഞ റമളാൻ എത്ര മനോഹരമായ റമളാൻ, എത്ര കണ്ണുനീരിന്റെ റമളാൻ, എത്ര വേദനയുടെ റമളാൻ. പാതിരാത്രി പള്ളിക്കകത്ത് ലൈറ്റണച്ചിട്ട് ഹൃദയം തൊട്ട് ഞാൻ പൊട്ടിക്കറിഞ്ഞു ദുആ ചെയ്തപ്പോ അവിടുത്തെ പരിപാലകര് വരിവരിയായിരുന്ന കണ്ണുനീരോടെ ആമീൻ പറഞ്ഞില്ലേ? നിങ്ങൾ ആമീൻ പറഞ്ഞില്ലേ? അന്ന് വരെ പള്ളിയിൽ കയറാത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പലരും, ചെറുപ്പക്കാർ ഉസ്താദ് പോകുമ്പോ കൈയെടുത്ത് കാണിക്കുന്നവർ, ഉസ്താദ് പോകുമ്പോ സലാം പറഞ്ഞിട്ട് ഒരിഞ്ഞു നിൽക്കുന്നവർ, അവരും പടച്ചോന്റെ പള്ളിയിൽ വന്നില്ലേ? ഇന്ന് അവര് പോലും നൗസാദ് വാക്കടിച്ച് പ്രസടിച്ചു പോലെങ്കിൽ റമളാനിൽ ഒരു പ്രാവശ്യം ഖുർആൻ ഓതി തീർക്കാനുള്ള അവസരം കിട്ടിയത് കൊണ്ടല്ലേ? എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഇരുന്ന് ഓതിയപ്പോ അതിനിടയിൽ ഒന്ന് പൊട്ടിക്കറഞ്ഞ ഒരു സഹോദരനെ ഞാൻ കണ്ടു. ഖുർആനിന്റെ പട്ടം തീർക്കാൻ ഓരോ ജുസുവിന്റെ ഭാഗം ഞാൻ എടുത്തു കൊടുത്തപ്പോ ഒരു സഹോദരൻ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് തരണ്ട, എനിക്ക് ഓതാനറിയില്ല. അന്നാണ് ഖുർആൻ ക്ലാസിന് വേണ്ടി ഞാൻ ചിന്തിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം കേട്ടോ. എത്ര പേരാ നമ്മുടെ നാട്ടിൽ ഖുർആൻ ഓതാൻ അറിഞ്ഞുകൂടാത്തവർ? എന്നിട്ടോ നമ്മുടെ സംസാരത്തിന് വല്ല കുറവുണ്ടോ? നമ്മുടെ സംസാര ശകലങ്ങൾക്ക് വല്ല അതിരുണ്ടോ? മറ്റുള്ളവരെ കുറ്റം പറയാൻ നമുക്ക് നാണമുണ്ടോ? ഒരാളെ കുറിച്ച് ഫസാദ് പറയാൻ നമുക്ക് ലഭ്യമുണ്ടോ? ഖുർആൻ ഓതാ നല്ലതുപോലെ ഒരു യാസീൻ ഓതാനുള്ള ഭാഗ്യം കിട്ടുന്ന നാവാണ് എന്റെ നാവെങ്കിൽ നാവ് പുണ്യം ചെയ്ത നാവാ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് മുതല് അലിസ്ലാമിയുടെ സൂറത്തുൽ നാസ് വരെ
എന്റെ പ്രിയമുള്ളവരെ 2 മാസം കൊണ്ട് ഓതി തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് റമളാനിൽ മാത്രമല്ല, റമളാൻ കഴിഞ്ഞാലും നമ്മൾ ഓതുണ്ട്, റമളാൻ കഴിഞ്ഞാലും നമ്മൾ ഓതുണ്ട്. ഓരോ ദിവസം നമ്മൾ 2 പേപ്പർ വെച്ചോടുക, ഓരോ ദിവസം നമ്മൾ 1 പേപ്പർ വെച്ചോടുക. എന്റെ പ്രിയമുള്ളവരെ, അതിന് നമ്മൾ സമയം കണ്ടെത്തണേ. നൗഷാദ് വാക്കത് പാപരാത്രിയിൽ അങ്ങ് വിളിച്ചു ഓതിയിട്ട് മടങ്ങി പോകുമ്പോ കൊള്ളാ നല്ല ആളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങളങ്ങ് പോയാ പോരാ. നാളെ മുതൽ 1 പേപ്പറെങ്കിലും ഒരു ദിവസം ഖുർആനോദാ. ഒരൊറ്റ പേപ്പർ സുബഹിക്ക് ശേഷമോ മഗ്‌രിബിന് ശേഷമോ എന്നോതാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണേ. 3 മര്യാദകൾ കുട്ടികളെ പഠിപ്പിച്ച പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്താ? നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും ഒരുമിച്ചിരുന്ന് ഇബാദത്ത് ചെയ്യണേ, ഒരുമിച്ചിരുന്ന് ഇബാദത്ത് ചെയ്യണേ. 2 വയസ്സാകുമ്പോ തന്നെ നിങ്ങളുടെ കുഞ്ഞുമക്കൾ നിസ്കരിക്കാൻ പഠിക്കണേ, സ്വലാത്ത് ചൊല്ലാൻ പഠിക്കണേ. ആ കുഞ്ഞുമക്കൾ നല്ലതുപോലെ സംസാരിക്കുമ്പോ ആദ്യം സംസാരിക്കേണ്ടതെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതായിരിക്കും. ഇത് നമ്മൾ ശരിക്കും